ഇന്ന് നീ വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്കൊരു വലിയ ആപത്ത് കാത്തിരിക്കുന്നുണ്ട്. എന്ത് ആപത്തോ? ഇതാരടാ പറഞ്ഞത്? ഈ ടക്കേല തന്നെയാണ് പറയുന്നത്. ഭാവി കാര്യങ്ങൾ പറയുക. എടാ ചെറുക്ക പോടാ. കഴിഞ്ഞ കാര്യം ഓർത്ത് വിഷമിക്കുന്നതും ഇനി നടക്കാൻ പോകുന്ന കാര്യം ഓർത്ത് വിഷമിക്കുന്നതും എന്റെ ജീവിതത്തിൽ ഒരിക്കലുമില്ല. പിന്നെ നീ പറയുന്നത് ഒരിക്കലും നടക്കില്ല. വിഷമിക്കല്ലേ. എന്റെ അമ്മോ, എന്താടാ ഇത് തലയിൽ മുട്ട പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ലേ നിനക്കൊരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. ഇപ്പൊ വന്നത് കണ്ടില്ലേ നിന്റെ മേളിന്ന്. എടാ പക്കേലോ, ഇത് അറിയാതെ വീണതല്ലോ. ഇത് ആരാ ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ നിന്റെ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു കൊടുക്കാം. എന്താ ഇത് സുഹൃത്തെ, നീ എന്തിനാ പേടിക്കുന്നേ? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് കാണിച്ചു കൊടുത്തല്ലേ. ഇനിയാണ് നീ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി ജീവിതത്തിൽ നീ ഇത് ഒരിക്കലും ചെയ്യില്ല. നീ ഇതിന് വിഷമിക്കൂടാ. എന്നോട് ഈ കാണിച്ച ചതിക്ക് നീ വിഷമിക്കും. നോക്കിക്കോ. പോയിട്ട് നീ പിന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിറ്റ്നസ് ആകുവാൻ സ്കിപ്പിംഗ് ആണ് വളരെ ബെസ്റ്റ്. ടക്കേലയും പക്കേലയും ഭയങ്കര മടിയന്മാരാ. എന്നെ പോലെ എന്നാണാവോ അവരാവുക. എന്താ ഇത്? ഭൂതം ബോസ് ഇതിന്റെ അകത്ത് വീണല്ലോ. എല്ലാം പോയി. രണ്ടുപേരും എന്നെ രക്ഷിക്കാൻ നോക്കാതെ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണോ? എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവോ? നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലേ? പറയൂ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ. ആരാണ് പുറത്ത് നിൽക്കുന്നത്? എന്നെ ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കണേ. ദയവ് ഇതെന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആരോ അകത്ത് കുടുങ്ങിയിട്ടുണ്ട്. ഒന്ന് നോക്ക് ബോസ്. എന്താ എല്ലാവരും സിനിമ കാണുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്കാമോ? നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരമായ ചോദ്യമാണിത്. ഞാൻ ഇതിന്റെ അകത്തേക്ക് വീണതുകൊണ്ട് എനിക്ക് കണ്ണു കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നന്നായിട്ട് കണ്ണു കാണുന്നുണ്ട്. എന്നെ ഒന്ന് രക്ഷിക്കണേ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ശരിയാക്കാം. നിങ്ങൾ ഞങ്ങളെ കണ്ട് പേടിക്കൊന്നും വേണ്ട. ഞങ്ങളെ നിന്റെ സുഹൃത്തായി കണ്ടാൽ മതി. മനസ്സിലായോ? മാത്രമല്ല നിങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളോട് പറയാം. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലേ? ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആർക്കൊക്കെ ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ അവർക്ക് പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. എന്നുവെച്ചാ ഞങ്ങൾ ശത്രുക്കൾക്ക് ശത്രുക്കളാണ്, പിന്നെ കൂട്ടുകാർക്ക് കൂട്ടുകാരും, പിന്നെ ഞങ്ങൾ ടക്കേലയും പക്കേലയും, പിന്നെ ഇദ്ദേഹം ഭൂതലോകത്തിന്റെ ബോസ്. ഞങ്ങളുടെ ബോസിനെ വിശ്വസിച്ചാൽ ബോസ് അയാളെ കൈവിടില്ല. ഭൂതമോ? പ്രേതങ്ങളോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. വിശ്വസിച്ചേ പറ്റൂ. മാത്രമല്ല ഞങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കുകയും വേണ്ട. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം. ഞങ്ങൾ ഉടൻ തന്നെ അത് പരിഹരിക്കുന്നതാണ്. എന്റെ പ്രശ്നം ആ ഭാവിയെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ്. അവൻ എന്തൊക്കെയോ പറഞ്ഞെന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ ടെല്ലറോ? ഭാവിയെ കുറിച്ച് പറയുന്നു. അതെ, നമ്മുടെ തലയിലെഴുത്തിനെ കുറിച്ച് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? എന്റെ തലയിലെഴുത്ത് എന്താന്ന് വെച്ചാൽ, ഞാൻ ആകാശത്തെ പുറത്തുനിന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പം മുതൽ എന്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നതേ ഇല്ല. ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാവിയെ കുറിച്ച് അറിയുന്നത് വളരെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാനതൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പേര് പറയൂ, പിന്നെ നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് പറയൂ. എന്റെ പേര് ഗിരിറാം. എന്റെ വൈഫ് സുശീല ഉണ്ടല്ലോ, ആ ഭാവിയെ കുറിച്ച് സംസാരിക്കുന്ന അയാളെ കുറിച്ച് ഭയങ്കര വിശ്വാസവും ഭക്തിയുമാണ്. ആട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഞാൻ കാണുന്നത്? ഇത് ഞാൻ എന്താന്നാ പറയേണ്ടത്? എന്താണ് എന്റെ കൈയെ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എത്ര പ്രാവശ്യം നോക്കിയാലും അതേ കൈ തന്നെയല്ലേ കാണാൻ പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ കൈരേഖ നന്നായി നോക്കിയിട്ട് ചെറിയ അപകടങ്ങളുണ്ടെന്ന് മനസ്സിലായി. നിന്റെ ജീവിതത്തിൽ നല്ലത് നടക്കണമെങ്കിൽ നീ സമാധാനമായിട്ടിരിക്കണം. അദ്ദേഹം പറയുന്നത് മിണ്ടാതെ കേട്ടാ മതി. ആവശ്യമില്ല അദ്ദേഹത്തിനും ചോദ്യം ചോദിക്കല്ലേ. അദ്ദേഹത്തിന്റെ കൈരേഖ നോക്കുമ്പോൾ എനിക്ക് എന്താ കാണാൻ കഴിയുന്നു വെച്ചാൽ ഒരു ഭയങ്കര രോഗം വരുന്നതായി തെളിയുന്നുണ്ട്. എന്ത്? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്തായാലും നമുക്ക് ശരിയാക്കി എടുക്കാം. അതെങ്ങനെ ശരിയാക്കും? നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമല്ല. ഇതൊക്കെ സിമ്പിൾ അല്ലേ. നിങ്ങൾ റോഡിൽ അലഞ്ഞു നടക്കുന്ന പട്ടികൾക്ക് റൊട്ടിയും പാലും കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഒരു പക്ഷേ അത് കഴിച്ചില്ലെങ്കിൽ തന്നെ അതിനെ ശരിക്കും കഴിപ്പിച്ചിട്ടേ നിങ്ങൾ വരാവൂ. പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് എല്ലാ തെരുവുകളിലും ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കേ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഫ്യൂച്ചർ ടെല്ലറിന്റെ ഫ്യൂച്ചർ എങ്ങനെയുണ്ടാകുമെന്ന് ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിക്കും. ആദ്യം നമുക്ക് ആ ഫ്യൂച്ചർ ടെല്ലറിന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കുകയും വേണം. ഓക്കേ ബോസ്. ഡം ഡം ഡം. നമ്മൾ ഫ്യൂച്ചർ ടെല്ലറിന്റെ അടുത്തേക്ക് പോകുന്നു.
നിങ്ങളുടെ ജീവിതത്തില് 3 ആൾക്കാരെ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാൻ പോവുകയാണ്. എന്താ പറയുന്നേ? പക്ഷേ ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതായത് ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്തുതരാമെന്ന് പറഞ്ഞു വരുന്നേ. എന്റെ അടുത്ത് വന്നിട്ടില്ലേ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. അത്ര കഴിവുള്ളവനാണ് ഞാൻ. എനിക്ക് ഒരു പ്രശ്നവും വരാൻ പാടില്ല കേട്ടോ. എല്ലാം നോക്കിക്കോളണേ. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും വരാനില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന 3 പേരെ കുറിച്ച് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നമസ്കാരം നമ്പൂതിരി, ഇത് ഞങ്ങളുടെ അച്ഛനാണ്. അച്ഛൻ എന്താ പറ്റിയെന്ന് അറിയില്ല, എപ്പോഴും എന്തോ പിച്ചുമേയും പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾ ആരും ഒന്നും ഉപദ്രവിക്കാൻ പോകുന്നില്ല, മനസ്സിലായോ? ഇദ്ദേഹം അങ്ങനെ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. മാത്രമല്ല കണ്ണി കാണുന്നവരൊക്കെ അച്ഛൻ പിടിച്ച് അടിക്കുകയാണ്. ഇയാൾ എന്നെ പിടിച്ച് അടിച്ചോ? ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരെയും അച്ഛൻ തല്ലുന്നുണ്ടെന്ന്. ഇങ്ങനെയാണ് അച്ഛൻ എല്ലാവരെയും പിടിച്ചടിക്കുന്നത്. എന്താ ചെയ്യാ? നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപായം പറയൂ. ഇങ്ങനെ പോയാൽ അച്ഛന്റെ സ്ഥിതി എന്താവും ഒരു പിടുത്തവും ഇല്ല. ഞങ്ങളെ സഹായിക്കൂ. ഏയ് എടോ, എന്റെ കയ്യിൽ നിന്ന് വിടൂ. എടോ, ഇന്ന് മുതൽ നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമടോ. ആവശ്യമില്ലാണ്ടൊന്നും സംസാരിക്കണ്ട, നിർത്തിക്കൊള്ളണം. നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമടോ. അത് കേട്ടാ നീ നിന്ന് വിറയ്ക്കും കേട്ടോ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാവും, കണ്ടോളൂ. നിന്റെ തലയിലെഴുത്ത് ഈ പുസ്തകത്തിലുണ്ട്. ഇത് വായിച്ചാൽ മതി, മനസ്സിലായിക്കൊള്ളും. വേഗം ഇത് വായിക്കേ. നമ്പൂതിരി, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനിത് വായിച്ചു തരാം. അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോ ഒരു കൊറിയർ വരുന്ന ഇതിൽ എഴുതിയിട്ടുള്ളത്. ഫ്യൂച്ചർ ടെല്ലറിന് കൊറിയർ വന്നിട്ടുണ്ട്. എന്താ ഇത്, കൊരിയറോ? ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നിങ്ങൾക്ക് വന്നതാ, തുറന്നു നോക്ക്. ഇപ്പൊ നിങ്ങൾക്കൊരു ഭയങ്കര ആപത്ത് വരാൻ പോവുകയാണ്. വിചാരിക്കാത്ത പല സംഭവങ്ങളും ഇവിടെ നടക്കാൻ പോകുന്നു. ഇതാണോ ആ സംഭവം? മറ്റുള്ളവരുടെ പണമൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അതിന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ആ പണമൊക്കെ ഇനി പുറത്തേക്ക് വന്ന് മഴ പോലെ പെയ്യാൻ പോവുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ ഫ്രോഡുകളാണോ? ആരാണ് ഫ്രോഡ് എന്ന് നീ തന്നെ ആലോചിക്കേ. നീയല്ലേ എല്ലാ ജനങ്ങളടുത്തും ഫ്യൂച്ചർ പറയാന്നും പറഞ്ഞ് പറ്റിക്കുന്നത്. നിന്നെ അച്ഛനെന്തിനാ മര്യാദയില്ലാതെ സംസാരിക്കുന്നത്? അദ്ദേഹം ഫ്യൂച്ചർ ടെല്ലർ അല്ലേ? മറ്റുള്ളവരുടെ ഭാവി പറയാന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കല്ലേ ഇവൻ. അച്ഛൻ പറയുന്നത് പോലെ ശരിക്കും നിങ്ങളൊരു ഫ്രോഡ് തന്നെയാണോ? ജനങ്ങൾക്ക് ഉപകാരമല്ലേ ചെയ്യുന്നത്? ഇവിടെ പറ്റിക്കുന്ന കാര്യങ്ങളൊന്നുമില്ലല്ലോ. നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? എന്നെ കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞങ്ങളിപ്പൊ നിന്റെ മുഖത്തിട്ട് 4 കുത്തുകുത്തിയാ നീ എല്ലാ സത്യവും തുറന്ന് പറയും. ഞാൻ മുൻപേ നിന്നോട് പറഞ്ഞതല്ലേ, ഇവൻ യഥാർത്ഥ ഫ്യൂച്ചർ ടെല്ലർ അല്ല, പറ്റിക്കുന്നവനാ. ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവനൊരു ഫ്രോഡാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ എന്റെ അടുത്ത് പറയുന്നു പറഞ്ഞിട്ട് എന്റെ അടുത്തുള്ള കൊറിയ പണം മോഷ്ടിച്ചല്ലേ? അയ്യോ, ദേഷ്യപ്പെടല്ലേ മാഡം. അങ്ങനെയൊന്നുമില്ല ഇവിടെ. ഇവര് പറയുന്നവരൊക്കെ വെറും നുണയാണ്, വിശ്വസിക്കല്ലേ. അങ്ങനെയാണോ? ഏതാണ് സത്യമെന്ന് നോക്കാം. അസിസ്റ്റൻസ്, ഈ ഫ്രാഡ്സുകളെല്ലാം ചവിട്ടി പുറത്താക്കൂ. നിങ്ങളുടെ അസിസ്റ്റൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആണല്ലോ. ഇവരെ വെറുതെ വിടരുത്. ഇപ്പൊ കണ്ടില്ലേ, ഇവരുടെ ഭാവിയെ കുറിച്ച് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നില്ലേ? ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ സത്യസന്ധനാണെന്ന്? ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്തത് ആർക്കും തടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ഭാവിയെ കുറിച്ച് പറയുവാൻ ആർക്കും തന്നെ ഇവിടെ അധികാരമില്ല. അതാണ് സത്യം. കഴിഞ്ഞ കാര്യമല്ലേ നടക്കാൻ പോകുന്ന കാര്യം. ഒന്നിനെ കുറിച്ചും ആലോചിക്കരുത്. ഇന്നത്തെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ഓർത്ത് സന്തോഷിക്കുക. മനസ്സിലായോ? അതാണ് ജീവിതം. നീ ഇത്രയും ദിവസം എല്ലാവരെയും പറ്റിക്കുകയായിരുന്നില്ലേ? നിന്നെ ഞങ്ങൾ വിടില്ല. ഞങ്ങളോട് കളിക്കണ്ട കേട്ടോ. കളിച്ചാൽ നീ വിവരം അറിയും മോനെ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിന്റെ ഭാവി ഇനി എങ്ങനെയുണ്ടാകുമെന്ന് നീ തന്നെ കണ്ടറിയൂ. എന്റെ ഭാവി നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ? നീ ഒന്ന് ക്ഷമിക്കൂ കുട്ടാ. എന്നിട്ട് മേളിലോട്ട് നോക്ക്. നിനക്കെന്താ വലിയ ബലശാലി എന്ന് വിചാരമാണോ? നമ്മളുടെ ശക്തി എന്താണെന്ന് ഇവന് കാണിക്കണ്ടേ? എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. എന്റെ മേക്കപ്പ് എല്ലാം നശിച്ചു പോയി. ഫ്യൂച്ചർ ടെല്ലറിന്റെ ശരിക്കുള്ള മുഖം നിങ്ങൾ എല്ലാവരും കണ്ട് ആസ്വദിക്കൂ.
എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തൊക്കെ തെറ്റാണ്. ഞാൻ പണത്തിന് വേണ്ടി ജനങ്ങളെ പറ്റിച്ചത് വളരെ തെറ്റാണ്. എന്റെ ശരിയായ മുഖം ആരെയും കാണിക്കണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്റെ തലയിലെടുത്ത് ഇങ്ങനെയായി പോയി. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, സത്യം. ആർക്കും ഒരു ദ്രോഹവും ചെയ്യൂല, സത്യം. ആരുടെയും പണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കില്ല. എന്നോട് ക്ഷമിക്കണേ. വാ പോ. കൊള്ളാം, പക്കേല, പക്കേല. നമ്മുടെ ജോലി തീർന്നിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് രാജാ. എന്റെ കണ്ണിൽ നിങ്ങൾ ജനങ്ങളെ രക്ഷിക്കാൻ വന്ന മഹാരാജ പോലെ ഉള്ളത്. ഞങ്ങളെ സഹായിച്ചത് വളരെ നന്ദി. ഇദ്ദേഹം രാജ അല്ല, ഇദ്ദേഹമാണ് ഭൂതം ബോസ്. എല്ലാം ഭൂതത്തിനും ബോസ്. എന്ത് ഭൂതം പാസാണോ? ഇവിടെ നോക്കി സുശീലേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിരിക്കും. പോകാം. വളരെ നന്ദി ഭൂതം ബോസ്. വളരെ നന്ദി ടക്കേല പക്കേല. പക്കേല പക്കേലാവോ? അപ്പൊ ഇവരെ ജീവനോടില്ലേ? നീ വീട്ടിലേക്ക് വാ, ഞാൻ എല്ലാം പറഞ്ഞു തരാം നിനക്ക്.